എയുടെ സ്ഥാനത്ത് 0 ഓക്കെ ആണോ? ആ 0 കോൺഗ്രുവന്റ്, അതായത് 0 - 0യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 0യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0യെ എല്ലാ നമ്പറും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ അത് ശരിയാണ്. 0 കോൺഗ്രുവന്റ് ടു 0 തന്നെയാണ്. ഇനി 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞല്ലോ, -4ഉം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. എയുടെ സ്ഥാനത്ത് -4 വന്നാൽ ഓക്കെ ആണ്. എയുടെ സ്ഥാനത്ത് -4 വന്നാൽ -4 കോൺഗ്രുവന്റ് ടു 0 മോഡ് 4. അതായത് 4 -4 - 0നെ ഡിവൈഡ് ചെയ്യും. അതായത് 4 -4നെ ഡിവൈഡ് ചെയ്യും. ശരിയാണോ? ശരിയാണ്. അപ്പൊ -4 വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്തായിരിക്കും? -8. -8. അടുത്ത ടേം -12 ആൻഡ് സോ ഓൺ. ഇവരൊക്കെ ആയിരിക്കും 0യോട് കോൺഗ്രുവന്റ് ആകുന്നത്. 0യോട് കോൺഗ്രുവന്റ് ആകുന്നത് ഇവരൊക്കെ ആയിരിക്കും. അപ്പൊ 0യോട് കോൺഗ്രുവന്റ് ആകുന്നത് കൊണ്ട് ഞാൻ ഇയാളെ സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് അങ്ങോട്ട് ഡിനോട്ട് ചെയ്തു. സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് 0. 0യോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാരുടെ കളക്ഷൻ. റിലേഷൻ കോൺഗ്രുവൻസ്. റിലേഷൻ കോൺഗ്രുവൻസ് കണ്ടല്ലോ. ഡൺ. അവിടെ നിൽക്കട്ടെ. ശരി. ഇനി എനിക്ക് വേണ്ടത് 1നോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാർ. എ കോൺഗ്രുവന്റ് ടു 1 mod 4 ആകുന്ന ആൾക്കാർ. എ കോൺഗ്രുവന്റ് ടു 1 mod 4 ആകുന്ന ആൾക്കാർ. അതാരൊക്കെയായിരിക്കും? 1നോട് കോൺഗ്രുവന്റ് ആകും. 5 -1 എന്ന് പറയുന്നത് 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 5 ഓക്കെ ആണ്. അടുത്തെന്താണ്? 9 -1 8 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്. അടുത്ത് 13. അടുത്ത 17 ആൻഡ് സോ ഓൺ. ഇനി ബാക്കിലോട്ട് വരണം. ബാക്കിലോട്ട് ആരെ പറയാൻ പറ്റും? സർ 1 ഉണ്ട്. 1 ഉണ്ട്. എങ്ങനെയാണ് 1 കണ്ടുപിടിച്ചത്? 1 - 1 0. 1 - 1 0 ആണ്. 0യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 1 1നോട് കോൺഗ്രുവന്റ് ആണ്. ഇനി അടുത്ത് വേറെ ആരാണ്? -5 വരുമോ നോക്കേ. -5 -1 എന്ന് പറയുന്നത് -6 ആണ്. -6 അല്ല, -5 -5 -1 എന്ന് പറയുന്നത് -6 ആണ്. -6നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. -3 അത് ഓക്കെയാണ്. -3 -1 -4 ആണ്. -4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് -3. അടുത്തെന്താണ്? അടുത്തെന്തായിരിക്കും? -7. അതുപോലെ അടുത്ത് -11 ആൻഡ് സോ ഓൺ. അതായത് 4ന്റെ ഡിഫറൻസിലാണ് ആൾക്കാർ വരുന്നത്. 1 + 5 4, 5 + 4 9, 9 + 4 13, 13 + 4 17. അതുപോലെ 1 - 4 -3, -3 - 4 -7. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ടൈപ്പ് ഓഫ് ആൾക്കാരെ ഞാൻ നേരത്തെയും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. 1നോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാരുടെ എല്ലാം കളക്ഷൻ കിട്ടി. 1നോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കളക്ഷൻ കിട്ടി. ഇനി എനിക്ക് വേണ്ടത് 2നോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാരുടെ കളക്ഷൻ. എ കോൺഗ്രുവന്റ് ടു 2 mod 4. 2 mod 4. അപ്പൊ ഞാൻ 2 എടുത്തു. 2നോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാരുടെ കളക്ഷൻ. ശരി, 2നോട് കോൺഗ്രുവന്റ് ആകുന്ന ആൾക്കാരുടെ കളക്ഷൻ പറഞ്ഞോ. 6. 6 - 2 4 ആണ്. 6 - 2 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6. അടുത്ത് 10. 10 - 2 8 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത് 14. നെക്സ്റ്റ് വൺ വിൽ ബി എന്തായിരിക്കും? 18 ആൻഡ് സോ ഓൺ. ബാക്കിലോട്ടോ 2. അടുത്ത്
-2. -2 എന്താണ്? -4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത് -6. -6. അടുത്ത എന്താണ്? -10. -10 ആൻഡ് സോ ഓൺ. പാറ്റേൺ കണ്ടിട്ടുണ്ടാവും. 4 കൂട്ടി പോവുക, ഫ്രണ്ടിലോട്ട് പോകുക, കുറച്ച് പോവുക, ബാക്കിലോട്ട് പോകുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനി 3 A congruent to 3. A congruent to 3 mod 4. A congruent to 3 mod 4. അവരെയാണ് എനിക്ക് വേണ്ടത്. A congruent to 3 mod. അതായത് 3യോട് കോൺഗ്രുവന്റ് ആയ ആൾക്കാരുടെ കളക്ഷൻ ആരൊക്കെയായി? 3യോട് കോൺഗ്രുവന്റ് ആയ ആൾക്കാരുടെ കളക്ഷൻ 3, 7. 3 is congruent to 3 itself. 3 - 3 0 ആണ്. 0നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത 7 പറഞ്ഞിരുന്നു. 7 - 3 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്തെന്താണ്? 11 - 3 8 ആണ്. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15 - 3 12 ആണ്. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 19 ആൻഡ് സോ ഓൺ. 4 കൊണ്ട് കൂട്ടി പോയതാണ്, ഒരു പ്രശ്നമില്ല. ഇനി 4 കൊണ്ട് കുറച്ച് പോവാം. 3 - 4 -1 -1 -4 -5 -5 -4 -9 ആൻഡ് സോ ഓൺ. കണ്ടല്ലോ, ഇത്ര ആൾക്കാരെ ഞാൻ എഴുതി വെച്ചു. നിങ്ങൾ നോക്കുക. എനിക്കിപ്പോ വേണ്ടത്, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ 4 സെറ്റ് ആണല്ലോ ഞാൻ എഴുതി വെച്ചത്. ഈ 4 സെറ്റിനെയും കൂടെ യൂണിയൻ എടുത്താൽ നിങ്ങൾക്ക് എല്ലാ ഇന്റിജറിനെയും കിട്ടുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ 4 ഇന്റിജറിനെയും കൂടെ യൂണിയൻ എടുത്താൽ നിങ്ങൾക്ക് എല്ലാ ഇന്റിജറും കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കിട്ടുമല്ലോ. എങ്ങനെ അത് ഉറപ്പിച്ച് പറയാൻ പറ്റി? വേണ്ട, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. ഈ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നോക്കോ, നമുക്ക് ഇന്റിജർ 0 തൊട്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങാം. 0 ഉണ്ട്. 0ൽ നിന്ന് 1, 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3. ഇനി അടുത്തത് 4. അടുത്ത നമ്പർ 4 ആണ്. 4ൽ നിന്ന് 5, 5ൽ നിന്ന് 6, 6ൽ നിന്ന് 7. അടുത്ത 8 ആണ്. 8, 9, 10, 11. ഇനി ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നോക്കാം. 0 -1, -2, -3, -4, -5, -6, -7, -8, -9, -10, -11, -12. അപ്പൊ എല്ലാ ഇന്റിജറും ഇല്ലേ? എല്ലാ ഇന്റിജറും ഉണ്ട്. അത്രയും. അപ്പോ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ്? എല്ലാ ഇന്റിജേഴ്സും ഈ സെറ്റിൽ ആരിലെങ്കിലും ഒരാളിലെങ്കിലും ഉണ്ട്. അതായത് ഇവരെ യൂണിയൻ എടുത്താൽ എല്ലാ ഇന്റിജറും കിട്ടും. ഡൺ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇതിലേതിലെങ്കിലും 2 പേരിൽ കോമൺ എലമെന്റ്സ് ഉണ്ടോ? ഏതിലെങ്കിലും 2 പേരില് കോമൺ എലമെന്റ്സ് ഉണ്ടോ? വരാനെങ്കിൽ സാധ്യതയുണ്ട്. നോക്കുക, വിശദമായിട്ട് തന്നെ നോക്കിക്കോളുക. കോമൺ എലമെന്റ്സ് വരാൻ സാധ്യതയുണ്ടോ? സാധ്യത ഇല്ലല്ലോ. മുകളിലുള്ളതിലെല്ലാം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. താഴെ ഉള്ളതിലെല്ലാമോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അടുത്തതോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അടുത്തതോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരാനുള്ള സാധ്യതയുള്ള ആൾക്കാർ. അതായത് ഇവരിൽ ആരിലും കോമൺ എലമെന്റ്സ് കാണില്ല. നിങ്ങൾ തന്നെ നോക്കൂ. 0യുടെ കൂടെ 4 കൂട്ടി പോവുകയാണ്. 4 കുറച്ച് പോവുകയാണ്. പിന്നെ 1ന്റെ കൂടെയാണ് 4 കുറയ്ക്കുന്നത്. പിന്നെ 2ന്റെ കൂടെയാണ് 4 കൂട്ടുന്നതും കുറയ്ക്കുന്നതും. പിന്നെ 3യുടെ കൂടെ. ഇതിന്റെ അകത്ത് കോമൺ എലമെന്റ്സ് വരിക എന്ന് പറയുന്നത് അബദ്ധമാണ്. അപ്പൊ കോമൺ എലമെന്റ്സ് ഇല്ല. അപ്പൊ നോക്കിക്കോളുക. യൂണിയൻ എടുത്താൽ ഹോൾ സെറ്റ് Z എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോൾ സെറ്റ് കിട്ടും. ഇസഡിൽ നമ്മൾ ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്. ഇത് കോൺഗ്രുവൻസ് മോഡലോ. അപ്പൊ എന്താണ്? ആളില് എല്ലാവരുടെ യൂണിയൻ എടുത്താൽ നമുക്ക് കിട്ടും. യൂണിയൻ എടുത്താൽ Z മുഴുവനും കിട്ടും. ഈ സ്പ്ലിറ്റ് ചെയ്ത് വച്ചേക്കുന്നതിൽ ഒരാളിൽ പോലും രണ്ടുപേരില് കോമൺ എലമെന്റ്സ് ഇല്ല. കോമൺ എലമെന്റ് ഇല്ല. അതായത് ഈ എഴുതി വെച്ചേക്കുന്നത് എന്താണ്?
ഈ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? നിങ്ങൾ നോക്കുക, യൂണിയൻ എടുത്താൽ ഹോൾ സെറ്റ് കിട്ടും, യൂണിയൻ എടുത്താൽ ഹോൾ സെറ്റ് കിട്ടും. പിന്നെ എന്താണ്? ഒരാളിന് പോലും കോമൺ എലമെന്റ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്താണ്? മറന്നോ? അഷ്ന പറഞ്ഞു പാർട്ടീഷൻ. ഇറ്റ് ഇസ് ദ പാർട്ടീഷൻ. ഇറ്റ് ഇസ് ദ പാർട്ടീഷൻ. പാർട്ടീഷൻ എന്ന് പറഞ്ഞു. ആൻഡ് this is the partition of set of integers, that is the set of integers corresponding to the equivalence relation, congruence modulo 4, congruence modulo 4 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഇസഡ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സിൽ വരുന്ന പാർട്ടീഷൻ ആണ് നിങ്ങൾ എഴുതി വെച്ചത്. ഇങ്ങനെ നിങ്ങൾ മോഡുലോ 6 എടുത്താൽ പാർട്ടീഷൻ ചെയ്യാം, മോഡുലോ 7 എടുത്താലോ അല്ലെങ്കിൽ ഏത് നമ്പർ വെച്ച് നിങ്ങൾ മോഡുലോ എടുത്താലോ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ഇന്റിജേഴ്സിന് പാർട്ടീഷൻ ചെയ്യാം. ഇതാണ് ഇക്വലൻസ് റിലേഷൻ കാരണം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് ഞാൻ പറഞ്ഞത്. സെറ്റിനെ കഷ്ണമായിട്ട് മുറിക്കും, ഒരു കഷ്ണം പോലും ഓവർലാപ്പ് ചെയ്യത്തില്ല. മൊത്തത്തിൽ യൂണിയൻ എടുത്താൽ മെയിൻ ആളിനെ കിട്ടുകയും. ആൻഡ് ദിസ് ഇസ് യുവർ പാർട്ടീഷൻ. അപ്പൊ പാർട്ടീഷന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എക്സാമ്പിൾ ഒക്കെ ചെയ്തിട്ടാണ് പാർട്ടീഷന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഞാൻ പാർട്ടീഷനെ ഡിഫൈൻ ചെയ്യാം. ചെയ്യാൻ പോകുന്നത് ഇനിയാണ്. ഡെഫിനിഷൻ നോക്കിക്കോളുക. എന്താണ് പാർട്ടീഷന്റെ ഡെഫിനിഷൻ? A partition of set A is a collection of subsets. A1, A2, A3, etc. up to AN of A. പാർട്ടീഷൻ എന്ന് പറഞ്ഞാല് മെയിൻ സെറ്റിന്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ്. സച്ച് ദാറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? any two of them are disjoint. അവരൊക്കെ ഡിസ്ജോയിന്റ്. ഇതിൽ ഏത് രണ്ടുപേരെടുത്താലും ഡിസ്ജോയിന്റ് ആയിരിക്കും. അതായത് കോമൺ എലമെന്റ്സ് കാണത്തില്ല. ഞാനത് എഴുതുകയാണ്. ദാറ്റ് ഇസ് AI intersection AJ is equal to null set when I not equal to J. അതായത് ഇതിൽ നിന്ന് രണ്ട് ഡിസ്റ്റിങ്ക്ട് ആൾക്കാരെ നിങ്ങൾ എടുത്തിട്ട് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ empty സെറ്റ് ആയിരിക്കും. അതാണ് അവർ പറഞ്ഞത്. അവര് ഡിസ്ജോയിന്റ് ആയിരിക്കണം. മാത്രമല്ല, കഴിഞ്ഞില്ല. ആൻഡ് വേറൊരു പ്രോപ്പർട്ടി കൂടെ എന്താണ്? യൂണിയൻ എടുത്താൽ മുഴുവൻ സെറ്റും കിട്ടിയിരിക്കണം. ആൻഡ് സച്ച് ദാറ്റ് their union is A. അവരുടെ യൂണിയൻ എടുത്താൽ A കിട്ടണം. അതായത് ദാറ്റ് ഇസ് യൂണിയൻ I equal to 1 to N. ഇവരെ 1 തൊട്ട് N വരെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സെറ്റായ ക്യാപിറ്റലെ കിട്ടിയിരിക്കും. അതാണ് പാർട്ടീഷന്റെ ഡെഫിനിഷൻ. കണ്ടല്ലോ, പാർട്ടീഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. പാർട്ടീഷന്റെ ഡെഫിനിഷൻ ഇപ്പൊ കണ്ടു. എക്സാമ്പിൾസ് എല്ലാം ഞാൻ ഓരോ ഇക്വലൻസ് റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. കണ്ടല്ലോ, ഡൺ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ആൻ ഇക്വലൻസ് റിലേഷൻ എന്താണ്? റിസൾട്ട്സ് ഇൻ എ പാർട്ടീഷൻ ഓഫ് എ സെറ്റ്. അതുപോലെ
പാർട്ടീഷൻ റിസൾട്ട്സ് ഇൻ an equivalence റിലേഷൻ. എന്താണ്? ഞാൻ അത് നോട്ടായിട്ട് എഴുതുകയാണ്. അതിന്റെ പ്രൂഫ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് പഠിക്കുകയാണ്. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? an equivalence relation ഇത് നേരത്തെ എഴുതിയ കാര്യമാണ്. റിലേഷൻ ഇൻ എ സെറ്റ് results in partition of a set. Result in a partition of a set. Also, മാത്രമല്ല, a partition of a set. എന്താണ് partition of a set results in an equivalence relation. ഒരു ഇക്വലൻസ് റിലേഷൻ, ഒരു സെറ്റിൽ ഇക്വലൻസ് റിലേഷൻ ഉണ്ടെങ്കിൽ അത് കാരണം ഒരു പാർട്ടീഷൻ സംഭവിക്കും. അതുപോലെ തന്നെ പാർട്ടീഷൻ ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ ഇക്വലൻസ് റിലേഷൻ സംഭവിക്കും. കണ്ടല്ലോ, ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു മാത്സിന്റെ ഈ ഒരു കൈൻഡ് ഓഫ് ട്രാക്കിൽ കുറച്ചു പേരെങ്കിലും വന്നിട്ടുണ്ടാവും. അവർക്ക് ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലി ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം ചിലപ്പോ നിങ്ങളുടെ കമ്പ്യൂട്ടർ പരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം. പക്ഷെ സിലബസിൽ അതിന്റെ പ്രൂഫ് ഒന്നും പറയുന്നില്ല. വേണമെന്നുള്ളവർക്ക് എന്നോട് ചോദിക്കാം, അവർക്ക് മാത്രം പറഞ്ഞുതരാം. എല്ലാവർക്കും സിലബസിന്റെ ഔട്ട് ഓഫ് സിലബസ് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയവർക്ക് എന്നോട് ചോദിക്കാം, എങ്ങനെയാണ് ഇക്വലൻസ് റിലേഷൻ കാരണം പാർട്ടീഷൻ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. പക്ഷെ പാർട്ടീഷൻ ഉള്ളത് കാരണം, ഒരു സെറ്റിൽ ഒരു പാർട്ടീഷൻ ഉള്ളത് കാരണം എങ്ങനെ ഒരു ഇക്വലൻസ് റിലേഷൻ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ഉത്തരവുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് വേണമെന്നുള്ളവർ ചോദിച്ചാൽ മതി. അതെങ്ങനെ വന്നു എന്ന് കാണിച്ചു തരാം. പ്രശ്നമില്ല. വി ആർ ഡൺ. ശരി, അപ്പൊ നമ്മള് അത് കഴിഞ്ഞു. ശരി, അപ്പോ നമ്മുടെ എന്താണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഏതാണ് ഇക്വലൻസ് റിലേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടീഷന്റെ കാര്യമെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർഷ്യൽ ഓർഡേഴ്സ്. എന്താണ് പാർഷ്യൽ ഓർഡർ ഓഫ് എ സെറ്റ്? ഓക്കെ, ഡെഫിനിഷനിലേക്ക് തന്നെ ആദ്യം പോവാമേ. എന്താണ് പാർഷ്യൽ ഓർഡർ? ഡെഫിനിഷൻ പഠിച്ചതിന് ശേഷം ബാക്കി അങ്ങോട്ട് കടക്കാം. ലെറ്റ് R be a relation in A. കണ്ടല്ലോ, ഒരു റിലേഷൻ, എയിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെയാണ് ഇറ്റ്സ് എ പാർഷ്യൽ ഓർഡർ ഓഫ് എ. ഒരു റിലേഷനെ പാർഷ്യൽ ഓർഡർ ഓഫ് എ എന്ന് പറയണമെങ്കിൽ, ഓഫ് എ, if R is reflexive, transitive and antisymmetric. കണ്ടല്ല, ഒരു റിലേഷൻ, ഒരു സെറ്റ് എയിൽ ഒരു റിലേഷൻ R ഉണ്ട്. ഓക്കെ, ആ പർട്ടിക്കുലർ Rനെ ആ സെറ്റിന്റെ പാർഷ്യൽ ഓർഡർ എന്ന് പറയണമെങ്കിൽ, ആ റിലേഷൻ Rനെ ആ സെറ്റിന്റെ പാർഷ്യൽ ഓർഡർ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം, ആന്റിസിമെട്രിക് ആയിരിക്കണം. ഇക്വലൻസ് റിലേഷനിൽ നിന്ന് ചെറിയ ഡിഫറൻസ് കണ്ടോ? ഇത് പുതിയ ആളാണ്. ഇക്വലൻസ് റിലേഷൻ പോലെ അല്ല, പുതിയ ആളാണ്. റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് ആന്റിസിമെട്രിക്. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് എ പാർഷ്യൽ ഓർഡറിലാണെന്ന് നമുക്ക് പറയാം. എന്താണ് പാർഷ്യൽ ഓർഡർ? നിങ്ങൾക്ക് ആ വാക്ക് കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നു? ആർക്കെങ്കിലും പറയാമോ? പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ മതി. ഒരു ഇന്ററാക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ മതി. പാർഷ്യൽ ഓർഡർ എന്ന വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മീനിങ് എന്താണ്?
ആർക്കും പറയാം. നിങ്ങൾ പറഞ്ഞോ, നാണക്കേടൊന്നും വിചാരിക്കാതെ പറഞ്ഞോ, ഒരു പ്രശ്നവുമില്ല. തെറ്റിയാലും എനിക്കൊരു സാരമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല പാർഷ്യൽ ഓർഡർ. ആർക്കും പറയാം. നിങ്ങൾക്ക് തോന്നുന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന പെർട്ടിക്കുലർ വാക്ക്, പാർഷ്യൽ ഓർഡർ എന്ന വാക്ക് ഹാഫ് എന്ന മീനിങ് ഇല്ലല്ലോ. പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഇപ്പോ അഞ്ചുള്ളതിൽ 5 മിഠായി ഉള്ളതിൽ ഒരു മിഠായി എടുത്താൽ അത് പാർഷ്യൽ ആണല്ലോ, അതിന്റെ ഒരു പാർട്ട് എന്നാണല്ലോ മീനിങ്. അപ്പൊ അതിന്റെ ഒരു പാർട്ട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു പാർട്ട് ആ പാർട്ടിന് ഓർഡർ ഉണ്ടെന്നോ? അല്ല, ഒരു ഇതിന്ന് ഒരു പാർട്ട് എടുക്കുന്ന അങ്ങനെയാണോ? ഓക്കെ, അങ്ങനെ വാട്ടെവർ, അതെ ശരി പോട്ടെ. ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പാർഷ്യൽ ഓർഡർ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. മനുഷ്യരെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. മനുഷ്യരെ എല്ലാവരും അവരവരുടെ രീതിയിൽ യൂണീക്കാണ്, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മനുഷ്യരുണ്ടാകും. നമ്മൾ കമ്പയർ ചെയ്യുന്ന മനുഷ്യരുണ്ടാകും. ഇപ്പൊ എന്താണ്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ. നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ ഫേവറേറ്റ് 1 കാണാം. അങ്ങനെ വേണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, അങ്ങനെ പാടില്ല. ബട്ട് എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മനസ്സിന് ഉള്ളില് ഫേവറേറ്റ്, ഏറ്റവും റിലയബിൾ ആയിട്ട് ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് പഠിപ്പിച്ചു തരണം, പരീക്ഷയ്ക്ക് അവസാന നിമിഷം ഫ്രണ്ട്സ് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ് റിലയബിൾ ആയ ഒരാൾ കാണും, എപ്പോ ചോദിച്ചാലും ആൻസർ പറഞ്ഞു തരുന്ന ഒരാൾ കാണും. ഈ ഒരു കമ്പാരിസൺ ആണ് നിങ്ങൾ നടത്തുന്നതെന്ന് വിചാരിക്കാം. കമ്പയർ ചെയ്യുന്ന ഒരാൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ, അങ്ങനെ കാണും. പക്ഷെ ഈ കൂട്ടത്തിലെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ വരെ കാണത്തില്ല. ഈ രീതിയിൽ കമ്പാരിസൺ പോലും നടക്കാത്ത ആൾക്കാർ കാണും. എന്താണ് പറയേണ്ടത്? ഇപ്പൊ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളെ പഠിപ്പിക്കാത്ത ടീച്ചേഴ്സ് കാണൂലേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കാത്ത ടീച്ചേഴ്സ് കാണൂലേ? പഠിപ്പിക്കുന്ന ടീച്ചർമാരിൽ ഏറ്റവും പെട്ടെന്ന് പറഞ്ഞു തരുന്ന ആള്. ഓക്കെ, പഠിപ്പിക്കാത്ത ടീച്ചറിനെ നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യും? അയാളും ആ സെറ്റിലുള്ളതല്ലേ? സെറ്റിലുള്ളതാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ, കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം പറ്റുന്ന ആൾക്കാരെ, അത് പാർഷ്യലി. എങ്കിലും മൊത്തത്തിലൊന്നും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്ക് അല്ലാതെ ഒരു എക്സാമ്പിൾ കാണിച്ചത് എങ്ങനെയാണെന്ന്. ലെറ്റ് Z be set of integers. R be the relation divides. Divides എന്ന് പറയുന്ന റിലേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള റിലേഷൻ ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, ആള് റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ്, ആന്റൈസിമെട്രിക് ആണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റിഫ്ലക്സീവ് ആണോ? ഒരു നമ്പർ അതിനെ തന്നെ ഡിവൈഡ് ചെയ്യുമോ? ചെയ്യും. അതായത് A divides A for all A belongs to Z. Therefore RS, ഇത് സ്ക്രിപ്റ്റ് ആർ എഴുതല്ലേ, സ്ക്രിപ്റ്റ് ആർ എഴുതി കഴിഞ്ഞാൽ റിയൽ നമ്പർ എന്ന മീനിങ് ആണ് സാധാരണ ആർ എഴുതിയാണ്. RS റിഫ്ലക്സീവ്. ഓക്കെ, സന്തോഷം. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. A Bനെ ഡിവൈഡ് ചെയ്യുന്നു, B Cനെ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ A Cനെ ഡിവൈഡ് ചെയ്യുമോ? 2 4നെ ഡിവൈഡ് ചെയ്യും, 4 12നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 12നെ ഡിവൈഡ് ചെയ്യുമോ? ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. if A divides B and B divides C, റിലേഷൻ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നതാണ് റിലേഷൻ, ഡിവൈഡ്സ് എന്ന് പറയുന്നതാണ് റിലേഷൻ. എയും ബിയും റിലേറ്റഡ് ആണ്, ബിയും സിയും റിലേറ്റഡ് ആണ്. then A divides C. A divides B, B divides C, then A divides C. Therefore, R is transitive. കഴിഞ്ഞു. ഇനി അടുത്തത്, if
A divides B, A related to B and B related to A. ആന്റിസിമെട്രിക്കിന്റെ കാര്യമാണ് കേട്ടോ. ആന്റിസിമെട്രിക്കിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. എന്താണ്? A related to B, B related to A, then എന്ത് ഇംപ്ലൈ ആകണം? By the definition of antisymmetry എന്തായിരിക്കണം? ഓർമ്മയുണ്ടോ? A related to B, equal to B. A equal to B ആയിരിക്കണം. നിങ്ങൾ നോക്കിക്കോളൂ, ഒരു നമ്പർ വേറൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നു, ആ വേറൊരു നമ്പർ മറ്റേ ആളെ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എന്തായിരിക്കും റിലേഷൻ? തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ രണ്ട് നമ്പർ നിങ്ങൾക്ക് പറയാമോ? തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. രണ്ട് ഇന്റിജേഴ്സ് ആർക്കെങ്കിലും തമ്മിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും ഒന്നായാലേ പറ്റത്തുള്ളൂ. ഇപ്പൊ 2 divides 4, പക്ഷെ 4 divides 2 അല്ലല്ലോ. 4 divides 2 അല്ല. 1 divides 3, പക്ഷെ 3 1നെ ഡിവൈഡ് ചെയ്യത്തില്ല. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ അവർ രണ്ടുപേരും ഈക്വൽ ആയാലേ പറ്റത്തുള്ളൂ. Then A equal to B. Therefore RS antisymmetry. കണ്ടല്ലോ. Therefore divided by അല്ലെങ്കിൽ divides 2 -2. അത് ശരിയാണ്. സോറി. അപ്പം ഇന്റിജറിന്റെ സെറ്റ് അല്ല, നമ്മൾ പോസിറ്റീവ് ഇന്റിജറിന്റെ സെറ്റ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്റിജറിന്റെ സെറ്റ് അല്ല, പോസിറ്റീവ് ഇന്റിജറിന്റെ സെറ്റ്. ശരിയാണ്. എന്താണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എന്താണ് ഹോൾ ഇന്റിജറിന്റെ സെറ്റിൽ പറയാൻ പറ്റത്തില്ല. താങ്ക്സ്. അപ്പൊ നിങ്ങൾ ആ വഴിക്ക് വരുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്താണ് ഈ എക്സാമ്പിളിന്റെ കൃത്യം വഴിക്ക് വരുന്നുണ്ട്. മുഹമ്മദ് യൂനിസ് ആണ് പറഞ്ഞത് 2 - 2. ഗുഡ് ഒബ്സർവേഷൻ. കറക്റ്റ് ആണ്. കാരണം 2 - 2നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, -2 2നെ ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഈക്വൽ അല്ല. അപ്പൊ ഞാൻ എടുത്ത സെറ്റിന്റെ പ്രശ്നമാണ് കേട്ടോ. ഞാൻ ഫുൾ ഇന്റിജറിനെ എടുത്തു, മുഴുവൻ ഇന്റിജറിനെ എടുക്കണ്ട, പോസിറ്റീവ് ഇന്റിജറിനെ മാത്രം എടുത്താൽ മതി. അപ്പോ ഞാൻ ഉദ്ദേശിച്ച കാര്യം എത്തും, ആന്റിസിമെട്രിക് കാര്യം എത്തിക്കോളും. പോസിറ്റീവ് ഇന്റിജർ എന്ന് പറയുന്നത് ഒരിക്കലും ഡിവൈഡ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് വേണ്ടത്. കാരണം ഈ എക്സാമ്പിൾസ് നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഗുഡ്. അപ്പൊ ആരുടെയെങ്കിലും മനസ്സിൽ അത് പോയോ എന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നത് തന്നെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ എക്സാമ്പിൾ വന്നുകൊണ്ടിരിക്കണം. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഡൺ. അപ്പോ Z+ എടുത്തപ്പോ ആ 2 - 2 എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കിട്ടി. അപ്പോ എന്താണ്? A divides B, B divides A, then A equal to B. Therefore RS antisymmetric relation. Therefore reflexive ആയി, ട്രാൻസിറ്റീവ് ആയി, ആന്റിസിമെട്രിക് ആയി. Therefore RS a partial order. R is a partial order in Z+. Set of positive integers. Set of positive integers സ്ഥലത്ത് ഇയാളൊരു പാർഷ്യൽ ഓർഡർ ആണ്. ഇനി എന്താണ് പാർഷ്യൽ ഓർഡർ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ശരി, ഞാൻ പറയാണ് 2നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, 2മായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്. 2 4നെ ഡിവൈഡ് ചെയ്യത്തില്ലേ? 2 4നെ ഡിവൈഡ് ചെയ്യത്തില്ലേ? ചെയ്യുവോ? 2 4നെ ഡിവൈഡ് ചെയ്യോ? ചെയ്യുമല്ലോ, ചെയ്യും. 2 6നെ ഡിവൈഡ് ചെയ്യും. 2 8നെ ഡിവൈഡ് ചെയ്യും. 2 10നെ ഡിവൈഡ് ചെയ്യും. അതായത് 2നെ നമുക്ക് ഈവൻ നമ്പറുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാം. 2നെ 4 6 8 10 അങ്ങനെയുള്ള എല്ലാ ഈവൻ നമ്പറുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പറയും ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ 2 divides 3 ആണോ? 2 divides 3 ആണോ? അല്ല. 2 divides 9 അല്ല. 2 divides 11 അല്ല. അങ്ങനെ ചില
എന്താണ് ഓഡ് നമ്പേഴ്സ്. അങ്ങനെ നമുക്ക് ഓഡ് നമ്പേഴ്സുമായിട്ട് 2-നെ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. 2-നെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇൻകമ്പയറബിൾ. ഈ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞ പാർഷ്യൽ ഓർഡറിങ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഓർഡറിങ് എന്ന് പറയുന്നത് ഈ അവസ്ഥയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം 3 നോക്കാം. 3 ഡിവൈഡ്സ് 3. 3-നെ 3-യുമായിട്ട് കമ്പയർ ചെയ്യാം. 3-നെ 6-ഉമായിട്ട് കമ്പയർ ചെയ്യാം. 3-നെ 9-ഉമായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ 3-നെ 3-ന്റെ മൾട്ടിപ്പിൾ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ളവര് 3 1-നെ ഡിവൈഡ് ചെയ്യൂല, 3 2-നെ ഡിവൈഡ് ചെയ്യൂല, 3 4-നെ ഡിവൈഡ് ചെയ്യൂല. അപ്പോ അവിടെയൊക്കെ ഇൻകമ്പയറബിൾ ആണ്. അല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ പക്ഷെ ഓർഡർ ചെയ്യാൻ പറ്റും. ഇതാണ് പാർഷ്യൽ ഓർഡറിംഗ് ഇൻ എ സെറ്റ്. ഇതിന്റെ അകത്തൊരു റിലേഷൻ ഉണ്ട്. നിങ്ങൾ ഉപയോഗിച്ച ഫംഗ്ഷൻ, നിങ്ങളുടെ സെറ്റ്, ആ സെറ്റിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്ത റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ എല്ലാവരെയും കമ്പയർ ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അവിടെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈ അവസ്ഥയാണ് പാർഷ്യൽ ഓർഡർ. വേറൊരു എക്സാമ്പിൾ ഞാൻ നോക്കാം. നോക്കിക്കോളെ. ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവും. ലെറ്റ് A is equal to കളക്ഷൻ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ 1 2 3 A എന്ന് പറയുന്ന 1 2 3 എടുക്കുകയാണേ. പവർ സെറ്റ് ഓഫ് A, അതായത് എയുടെ സബ്സെറ്റുകളുടെ എല്ലാം കളക്ഷൻ. എനിക്ക് എയുടെ സബ്സെറ്റുകളെല്ലാം ഒന്ന് പറഞ്ഞു തരാമോ? എയുടെ സബ്സെറ്റ്സിനെ നൾ സെറ്റ്. നൾ സെറ്റ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള സെറ്റ് നൾ സെറ്റ്. അടുത്ത് 1 2 2 3 3 1 2 1 2 1 3 1 3 2 3 1 3 2 3. ഇനിയുണ്ടോ? 3 എലമെന്റ് ഉള്ള സെറ്റിന് എത്ര സബ്സെറ്റ് വരും? 1 2 3 ഉണ്ട്. 1 2 3 ഉണ്ട്. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു കാര്യമുണ്ട്. എം ടി സെറ്റും ഉണ്ട്, ആ സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. 3 എലമെന്റ് ഉള്ള സെറ്റ് ആണ്. അതിന്റെ നമ്പർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് 2⁻3 ആണ്. അതായത് 8 ആണ്. 8 പേര് വരണം. ഇപ്പൊ 8 പേരുണ്ട്. അപ്പൊ ഞാൻ പവർ സെറ്റിന്റെ കളക്ഷൻ എടുത്തു. ഒരു സെറ്റ്, അതിന്റെ പവർ സെറ്റുകളുടെ എല്ലാം കളക്ഷൻ എടുത്തു. ഞാന് പവർ സെറ്റിലാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. റിലേഷൻ R on P of A is subset of എന്ന് പറയുന്ന റിലേഷൻ ആണ് ഞാൻ പവർ സെറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന റിലേഷൻ. സബ്സെറ്റ് ഓഫ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ അത് റിഫ്ലക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ ആന്റിസിമെട്രിക് ആണോ എന്ന് ആദ്യം ഞാൻ തെളിയിക്കാൻ പോകും. ശരി, ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണോ? ആണ്. ഉറപ്പല്ലേ? അത് ഉറപ്പായ കാര്യമാണ്. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. Therefore, for any എന്താണ്, ഞാൻ A1 A2 AI എന്ന് എടുക്കുകയാണെ. ഫോർ എനി AI belongs to P of A, സബ്സെറ്റുകളെ ഞാൻ AI എന്ന് മാർക്ക് ചെയ്യണേ. AI എന്ന് എന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി. എയുടെ സബ്സെറ്റ് AI-കൾ. ഫോർ എനി സബ്സെറ്റ് AI belongs to P of I, AI is a subset of AI itself. അതായത് AI-നോട് തന്നെ റിലേറ്റഡ് ആണ്. AI-നോട് തന്നെ റിലേറ്റഡ് ആണ്. Therefore സിമ്മട്രിക് അല്ല, സോറി, റിഫ്ലക്സീവ്. Therefore റിഫ്ലക്സീവ്. ഇനി ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യണം. A1 എന്ന സെറ്റ് A2-ന്റെ അകത്തുണ്ട്, A2 എന്ന സെറ്റ് A3-ക്ക് അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ A1 A3-ക്ക് അകത്തുണ്ടോ?
ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. A1-ലുള്ള എല്ലാവരും A1-ലുള്ള എല്ലാവരും A2-ന്റെ അകത്തുണ്ട്, ആയിക്കോട്ടെ. A2-ന്റെ അകത്ത് ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ കാണും, അവരും കൂടെ A3-ക്കകത്തുണ്ട്, അങ്ങനെയാണെങ്കിൽ A1 മുഴുവനായിട്ടും A3-ക്കകത്തുണ്ട്, ഉറപ്പാണ്. Therefore, if A1 subset of A2 and A2 subset of A3 മീനിങ് നോക്കണം. A1-ഉം A2-ഉമായിട്ട് റിലേഷൻ, A2-ഉം A3-യുമായിട്ട് റിലേഷൻ, then A1-ഉം A3-യുമായിട്ട് റിലേഷൻ ഉണ്ടാകും. A1 A3-ക്കകത്ത് ഉണ്ടാകും. Therefore transitive. റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. We are done. ഇനി നമുക്ക് ആന്റി സിമെട്രിക് മതി. അതായത് A1-ഉം A2-ഉമായിട്ട് റിലേഷനും A2-ഉം A1-ഉമായിട്ട് റിലേഷൻ. A1-ലുള്ള എല്ലാവരും A2-ലും, A2-ലുള്ള എല്ലാവരും A1-ലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A1-ഉം A2 എന്തായിരിക്കും? A1-ഉം A2 തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? A1-നും A2-നുള്ള റിലേഷൻ എന്തായിരിക്കും? A1-ൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം A2-ലുണ്ട്. ഇനി A2-ൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം A1-ലും ഉണ്ട്. A1 equal to A2. A1 equal to A2 കഴിഞ്ഞു. A1-ലുള്ള എല്ലാവരും A2-ലുണ്ട്, A2-ലുള്ള എല്ലാവരും A1-ലുണ്ട്, തിരിച്ച് A1-ലും ഉണ്ട്. അപ്പൊ എന്താണ്? A1-ഉം A2-ഉം ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. Therefore A1 equal to A2. A1 related to A2, തിരിച്ച് A2 related to A1 ആണെങ്കിൽ A1 equal to A2 ആകുന്നുണ്ടെങ്കിൽ ആ റിലേഷന്റെ പേര് ആന്റിസിമെട്രിക്. കഴിഞ്ഞു. We have a reflexive, transitive and antisymmetric relation. Therefore this is a partial order. Subset of എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഓർഡർ ആണ്. Therefore R is a partial order. Done. നമുക്ക് നോക്കാം, കമ്പയർ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാ നോക്കാം. നിങ്ങൾക്ക് അറിയാലോ, സിംഗിൾട്ടൺ സെറ്റ് 1, സിംഗിൾട്ടൺ സെറ്റ് 1-നെ സിംഗിൾട്ടൺ സെറ്റ് 2-വുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ യൂസിങ് സബ്സെറ്റ് ഓഫ്? എനിക്ക് അതാണ് അറിയാനുള്ളത്. റിലേഷൻ സബ്സെറ്റ് ഓഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. സിംഗിൾട്ടൺ 1-നെ സിംഗിൾട്ടൺ 2-വുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ യൂസിങ് ദ റിലേഷൻ സബ്സെറ്റ് ഓഫ്? ആർക്കെങ്കിലും പറയാമോ? സിംഗിൾട്ടൺ 1, സിംഗിൾട്ടൺ 2, രണ്ട് സെറ്റ് ഉണ്ടല്ലോ, സിംഗിൾട്ടൺ 1-ഉം സിംഗിൾട്ടൺ 2-ഉം. ഇവരെ രണ്ടുപേരെയും സബ്സെറ്റ് ഓഫ് എന്ന് പറയുന്ന റിലേഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കമ്പയർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ പറ്റും? നോക്കിക്കോളാം. സിംഗിൾട്ടൺ 1-ൽ 1 മാത്രമേ ഉള്ളൂ, സിംഗിൾട്ടൺ 2-ൽ 2 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയാൻ പറ്റുമോ? സിംഗിൾട്ടൺ 1 സബ്സെറ്റ് ഓഫ് സിംഗിൾട്ടൺ 2 എന്ന് പറയാൻ പറ്റും? പറ്റത്തില്ലല്ലോ. കാരണം എന്താണ്? ഇതിൻ്റെ അകത്തുള്ള എല്ലാം, ഇയാൾ സബ്സെറ്റ് ഓഫ് ഇയാളെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാം ഇപ്പുറത്ത് വരണം. ഇല്ലല്ലോ, ഇതിൻ്റെ അകത്ത് 1 ഉണ്ടല്ലോ, ആ 1 ഇപ്പുറത്ത് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് സബ്സെറ്റ് ഓഫ് അല്ല. ശരി, സിംഗിൾട്ടൺ 1 2, 3-യുടെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? 1 എന്ന എലമെന്റ് 2, 3 എന്ന് പറയുന്ന സെറ്റിന്റെ അകത്തില്ല. ഇനി ശരി പോട്ടെ, സിംഗിൾട്ടൺ 1 സബ്സെറ്റ് ഓഫ് 1, 2 എന്ന് പറയാൻ പറ്റുമോ? 1 വന്നിട്ടുണ്ട്. 1 അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കുക, കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, റിലേഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ചിലരുമായിട്ടേ പറ്റത്തുള്ളൂ. ഇതാണ് പാർഷ്യൽ ഓർഡർ. പക്ഷെ അതേസമയം നിങ്ങൾ എം ടി സെറ്റ് 5 ഉണ്ടല്ലോ, 5-നെ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. എം ടി സെറ്റ് 5-നെ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാം. നിങ്ങൾ നോക്കിക്കോ, എം ടി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എം ടി സെറ്റ്.
എം ടി സെറ്റിന്റെ അകത്ത് ഒന്നുമില്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എം ടി സെറ്റിന്റെ അകത്ത് ഒന്നുമില്ല. എം ടി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സിംഗിൾട്ടൺ 1, എം ടി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് സിംഗിൾട്ടൺ 2. അങ്ങനെ എല്ലാവരിലും എം ടി സെറ്റ്. എം ടി സെറ്റിനെ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാം. എം ടി സെറ്റിനെ എല്ലാവരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. പക്ഷെ എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കണ്ടല്ല? ഇപ്പൊ നിങ്ങൾ നോക്കുക, 2 റിയൽ നമ്പർ എടുക്കുക. 2 റിയൽ നമ്പർ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ വെച്ച് നോക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ. സർ പറയാം. സാർ ഈ പീരീഡ് എക്സാം ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വന്നായിരുന്നു. ഓ സോറി. ശരി, അപ്പോ